പാപ്പനംകോട് ഇൻഷുറൻസ് കമ്പനി ഓഫീസിലെ തീപിടുത്തം ആസൂത്രിതമെന്ന നിഗമനത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ജീവനക്കാരി വൈഷ്ണയ്ക്കൊപ്പം മരിച്ച രണ്ടാമത്തെയാൾ വൈഷ്ണയുടെ ആൺ സുഹൃത്ത് ബിനുകുമാറാണെന്നാണ് സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പോലീസിന്റെ സ്ഥിരീകരണം. ഇന്നലെ ഉച്ചയ്ക്ക് 1:30യോടെയാണ് പാപ്പനംകോട് പ്രവർത്തിക്കുന്ന സ്വകാര്യ ഇൻഷുറൻസ് സ്ഥാപനത്തിൽ നിന്ന് പൊട്ടിത്തെറി ശബ്ദത്തോടെ തീ ആളിപ്പടർന്നത്. തീ അണച്ച ശേഷം കണ്ടെത്തിയ 2 മൃതദേഹങ്ങളിൽ ഒന്ന് ജീവനക്കാരി വൈഷ്ണയുടേതാണെന്ന് ആദ്യമേ തിരിച്ചറിഞ്ഞിരുന്നു. രണ്ടാമത്തെ മൃതദേഹം ഒരു സ്ത്രീയുടെയാണെന്നും പണമടയ്ക്കാനെത്തിയ ഒരാളുടേതാകാമെന്നായിരുന്നു ആദ്യ സംശയം. ഷോർട്ട് സർക്യൂട്ടാകാം അപകട കാരണമെന്നായിരുന്നു നിഗമനം. പക്ഷേ സ്ഥലം പരിശോധിച്ച പോലീസിന് ഒരു അട്ടിമറി മനസ്സിലായി. രണ്ടാമത്തെ മൃതദേഹം പുരുഷന്റേതാണെന്ന് തിരിച്ചറിഞ്ഞതോടെ അന്വേഷണം ഊർജിതമാക്കി. വൈഷ്ണയ്ക്ക് കുടുംബ പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലാക്കിയ പോലീസ് ആ വഴി നീങ്ങി. രണ്ടാം ഭർത്താവായ ബിനുവുമായി അകന്ന് ഒരു വാടക വീട്ടിലാണ് 2 കുട്ടികൾക്കൊപ്പം വൈഷ്ണ താമസിച്ചിരുന്നത്. നരുവാമൂട് സ്വദേശിയായ രണ്ടാം ഭർത്താവ് ബിനു മുമ്പും ഇതേ ഓഫീസിലെത്തി ബഹളമുണ്ടാക്കിയിട്ടുണ്ട്. ബിനുവിന്റെ 2 ഫോണുകളും സ്വിച്ച് ഓഫ് ആയിരുന്നു. ഫോറൻസിക് പരിശോധനയിൽ മണ്ണെണ്ണ കൊണ്ടുവന്ന കുപ്പി കണ്ടെത്തിയതോടെ ബിനു തന്നെയാണ് തീവച്ചതെന്ന് പോലീസ് ഉറപ്പിച്ചു. ഇന്ന് കൂടുതൽ തെളിവുകൾ പോലീസിന് ലഭിച്ചു. ബിനുവിന്റെ നരുവാമൂട്ടിലെ വീടിന് സമീപത്ത് നിന്നും ഓട്ടോയിൽ കയറി പാപ്പനംകോട് ഇൻഷുറൻസ് ഓഫീസിന് സമീപത്ത് ഇറങ്ങുന്ന CCTV ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചത്. ഒരു തോൾ സഞ്ചിയുമായാണ് വാഹനത്തിൽ നിന്നും ഇറങ്ങുന്നത്. മണ്ണെണ്ണ ഒഴിച്ചാണ് തീ വച്ചതെന്നാണ് ഫോറൻസിക് വിദഗ്ധരുടെ സംശയം. തോൾ സഞ്ചിയിലുണ്ടായിരുന്നത് മണ്ണെണ്ണ ആവാമെന്നാണ് പോലീസ് പറയുന്നത്. തീ വയ്ക്കുന്നതിന് മുമ്പ് ബിനു ഒരു സുഹൃത്തിനെ വിളിച്ച് പറഞ്ഞ കാര്യങ്ങളും കേസിൽ നിർണായകമാണ്. പൂർണ്ണമായും കത്തിക്കരിഞ്ഞ മൃതദേഹം ബന്ധുക്കൾക്കും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. അതിനാൽ DNA സാമ്പിൾ ശേഖരിച്ചിട്ടുണ്ട്. വൈഷ്ണയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് കൈമാറി. 24 തിരുവനന്തപുരം.